എല്ലാവർക്കും ജനുവരി ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ബിഗിനിങ് ഓഫ് എ ന്യൂ ഇയർ ആണ്. ബട്ട് എന്നെ സംബന്ധിച്ച് ജനുവരി ഫസ്റ്റ് വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സർപ്രൈസാണ് നിങ്ങളെ കാണുന്നത്. ഞാൻ ഒരിക്കലും ഇങ്ങനൊരു സർപ്രൈസ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല, പ്രത്യേകിച്ച് സൗദിയിലായതുകൊണ്ട്. ആൻഡ് ഞാൻ വളരെ ഷോക്ക്ഡ് ആയിട്ടാണ് അവിടെ നിന്നത്. എനിക്ക് ചുറ്റിലും നടക്കുന്നൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. നമ്മൾ സൗദിയിൽ വന്നതിന് ശേഷം അവിടെ ഇക്കാമ എന്ന് പറഞ്ഞൊരു ലൈസൻസ് വേണം. അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ചേട്ടൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ഫ്രണ്ട്സ് എന്നെ റൂമിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയത്. എൻ്റെ വിചാരിക്കാത്തൊരു കാര്യം നടന്ന എൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് എൻ്റെ ഫേസ് മൊത്തം. ഇത് നമ്മൾ സർപ്രൈസ് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുമ്പോഴാണ് ഫസ്റ്റത്തെ ഒരു ചെറിയ ബോക്സിൽ ഒരു ചോക്ലേറ്റ് കട്ടിങ്സിൽ കുറച്ച് റൈറ്റിങ്സൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ഞാനത് റീഡ് ചെയ്തു. പിന്നെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങോട്ട് അതങ്ങ് കടിച്ചു പോയി. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് ചീത്ത പറഞ്ഞു കേക്ക് കട്ട് ചെയ്യാണ്ടത് കടിച്ചതിന്. എനിവേ പിന്നെ ഞാൻ അവർക്ക് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു എന്താ അതിൽ എഴുതിയേക്കുന്നതെന്ന്. കാരണം അവർക്ക് അറിയില്ലായിരുന്നു. ഒരു സീക്രട്ട് കോട്ട് പോലുള്ള ഒരു കാര്യമാണ് അതിൽ എഴുതിയത്. ആൻഡ് ഞാനത് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു, ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്ന്. നമ്മൾ ആ വലിയ ബോക്സ് അൺബോക്സ് ചെയ്യാൻ പോവാണ്. ലൈഫിൽ തീരെ പേഷ്യൻസ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ധൃതിയാണ് അത് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഞാൻ ഈ അൺബോക്സ് ചെയ്യുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര എക്സൈറ്റഡുമാണ് അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് മെജോറിറ്റി ഓഫ് പീപ്പിൾ ഇങ്ങനെ തന്നെയായിരിക്കും. എൻ്റെ അൺബോക്സ് ചെയ്ത സമയത്ത് അതിലൊരു ബ്യൂട്ടിഫുൾ കേക്കായിരുന്നു ഉണ്ടായിരുന്നത്. അത് വാനില ബട്ടർ കേക്കാണ്, സ്ട്രോബെറി വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണുമ്പോൾ തന്നെ വളരെ വളരെ ബ്യൂട്ടിഫുള്ളാണ്. നമുക്കെടുത്ത് കഴിക്കാൻ തോന്നും. എൻ്റെ ഞാനത് അൺബോക്സ് ചെയ്ത് പുറത്തെടുത്തു. फलक तक चल साथ मेरे, फलक तक चल साथ चल, फलक तक चल साथ मेरे, फलक तक चल साथ चल. പിന്നെ നമ്മളത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നൈഫ് തപ്പിയപ്പം അത് അതിലില്ലായിരുന്നു. സോ നമ്മൾ ആ ചോക്ലേറ്റ് പീസ് കൊണ്ട് തന്നെ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ പർദ്ദയിൽ മൊത്തം കേക്ക് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ ചോക്ലേറ്റ് പീസ് വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്തു. സർപ്രൈസിൻ്റെ പിന്നിലുള്ള ആ വ്യക്തിയാണ് ഇപ്പോൾ എന്നെ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ വളരെ വളരെ ഹാപ്പിയാണ്. കാരണം ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇങ്ങനൊരു സർപ്രൈസ്. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കേക്ക് കൊടുത്തു. എനിക്കറിയത്തില്ല, എവിടെ പോയാലും ദൈവം എനിക്ക് കുറേ നല്ല ആളുകൾ എനിക്ക് ചുറ്റും തരാറുണ്ട്. അങ്ങനെ ഒരു ബ്ലെസ്സിങ് എനിക്ക് എപ്പോഴും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല ഫ്രണ്ട്സാണ് ഇതേ കാണുന്ന 5 പേര്. നമ്മൾ 4 ദിവസമായിട്ടേ കണ്ടിട്ടുള്ളൂ. ബട്ട് എത്രയോ കാലം മുന്നേ പരിചയമുള്ള ഒരു ഫീലിംഗാണ് നമുക്ക്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നല്ല നല്ല ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഈ ഒരു ഡേ നമ്മൾ എൻഡ് ചെയ്തു. ഐ ആം സോ ഹാപ്പി ടുഡേ.